ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ ചായയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല കേട്ടോ, വലിയ വലിയ ബടാബട ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് എനിക്ക് ഉഴുന്നുവട ഇഷ്ടമാണ്. കുറേ നാളായി ഉഴുന്നുവട കഴിച്ചിട്ട്. അപ്പൊ ഉഴുന്നുവട ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്നുവടയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നമ്മളെ കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലല്ലേ ഓരോന്നുണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാൽ നമ്മൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാറില്ല. നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി ഒരു ചായയൊക്കെ കുടിക്കാം കേട്ടോ. ഞാനേ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1.5 ഗ്ലാസ് എന്ന് പറയാം. 1.5 ഗ്ലാസ്സിന് ഉഴുന്നെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇതിന് നമുക്ക് ഇത് കഴുകി എടുത്തതാണ്. ഒന്നുകൂടിയാണ് വേണമെങ്കിൽ ഒന്നുകൂടി ഇതൊന്ന് കഴുകാം അല്ലേ. അപ്പോൾ അങ്ങനെ കഴുകി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉഴുന്നെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇത് ശരിയായി വരണമെന്ന്. എന്തൊക്കെ ഇടും? പാചകം പഠിക്കാൻ മോടെ അടുത്തൊന്ന് പാചകം പഠിക്കാന്നല്ലേ? അല്ല, ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അമ്മ എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? ഇല്ലല്ലോ, ഉഴുന്നോടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളു അല്ലേ? അല്ലാത്ത പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓണത്തിന് ഞങ്ങള് ഉപ്പേരി വറക്കല് അല്ലേ, പക്കാവട അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങള് അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ അരച്ചെടുത്തത് കണ്ടോ, ഇങ്ങനെയാണ് എടുത്ത്. നമുക്കിതിനകത്തേക്കുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് സവാള ഞാൻ എല്ലാവരും ചെറിയുള്ളിയൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു സവാള മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. 2 സവാള എടുക്കണം, ചെറുതായതുകൊണ്ട് 2 സവാള എടുക്കാം. ഇഞ്ചിയും പച്ചമുളക് ഇല്ല ഇടാൻ. പച്ചമുളക് പൊടി ഉണ്ടായിരുന്നെങ്കിൽ പച്ചമുളക് ഇടായിരുന്നു. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്. അത് പച്ചമുളക് ഇല്ല. ഈ മിക്സ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റട്ടെ. കാരണം എനിക്കിനി അരി അരയ്ക്കാനുണ്ട്. അരി ഒഴുകും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരയ്ക്കണം. അതിനെ അരയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം അരയ്ക്കാൻ. ലൈറ്റ് ഉണ്ടായിട്ട് ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയില്ലേ. ലൈറ്റ് ഇടാൻ ഇത്രയും നേരം നിന്നെ. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് സൈഡിലൊക്കെ നമ്മളെല്ലാം ഒന്ന് കൊടുക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് സമയത്തേക്ക്. ഇവിടെ ഇരിക്കട്ടെ. സവാള വേഗം നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ഇഞ്ചി ഉണ്ടോ, ഇത് മൊത്തം ചെയ്യുന്ന ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അരികിൽ നിന്ന് നമുക്ക് എടുക്കാം. ഉള്ളി നമുക്കിങ്ങനെ കൊത്തി അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സമയമില്ല അല്ലാണ്ട് അരിയാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ അരിയുന്നത്. അതൊരെണ്ണം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വാങ്ങും. കുറേ സാധനങ്ങൾ ഇതുപോലെ ലിസ്റ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മനസ്സിലും ഫ്ലിപ്കാർട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോന്ന് വാങ്ങാൻ. ഇങ്ങനെ ആക്കുന്ന സാധനത്തിൻ്റെ പേരെന്ത് വരുന്നു ഞാൻ മറന്നുപോയി. ചോപ്പർ അല്ലേ? ചോപ്പർ. അതൊരെണ്ണം വാങ്ങണം. അതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമല്ലേ. ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ 2 വരി കഴിക്കുമ്പോഴത്തേക്ക് സവാള എല്ലാം അരിഞ്ഞിങ്ങനെ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ അതൊക്കെ കഴുകാൻ നടക്കണം. എനിക്ക് ഈ പാത്രം കഴുകുന്നത് മഹാദേഷ്യമുള്ളൊരു പരിപാടിയാണ്. എനിക്കിഷ്ടമല്ല. കറിവേപ്പില കേട്ടോ. കറിവേപ്പില നമ്മളിങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ കുറവുണ്ട്. പച്ചമുളകില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് കുരുമുളക് എടുക്കാം. കുരുമുളക് നോക്കട്ടെ, എവിടെയാണ് കുരുമുളക് വെച്ചേക്കുന്നത്? കുരുമുളക് ഇതിനകത്താണെന്ന് ഓർമ്മയില്ല. യെസ്, ഇത് കുരുമുളക് കേട്ടോ. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഹിന്ദുരേച്ചി തന്നതാണ്. ഒരുപാടുണ്ടായിരുന്നു. എല്ലാം ഉപയോഗിച്ച് ലാസ്റ്റാണ്
ഇനിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. എടുക്കട്ടെ. ഈ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. പണി തുടങ്ങുന്നത് ഇതിനകത്തോട്ട് നമുക്ക് നമ്മളെ മാവിനകത്തോട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. അതെ, ഞാൻ ഇടുക കേട്ടോ. ഇഞ്ചി, പച്ചമുളകില്ല, ഇഞ്ചിയും സവോളയും കറിവേപ്പിലയും കൂടി ഇടുന്നതാണ്. പിന്നെ നമുക്ക് നമ്മളെ കുരുമുളകും കൂടി ഇട്ടിടുക. ഇനി നമ്മൾ മെയിൻ സാധനം ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാനുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കണ സാധനമാണ് നമ്മുടെ റവ. കുറച്ച് റവ ഇട്ട് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ആവില്ല കേട്ടോ. എന്തായാലും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഉപ്പിട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഇനിയാണ് ശരിയായ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ചട്ടി ഏകദേശമൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി കിടക്കും കേട്ടോ. നമുക്ക് ഇടാൻ പോവുകയാണ്. കൈ ഒന്ന് ചെറുങ്ങനെ നനച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ബോളാക്കിയിട്ട് കണ്ടോ, ഇതാ ഇങ്ങനെ വെച്ചിട്ട് നോക്കി നടുക്കൊരു ഊട്ട കൊടുത്തിട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വാവ്, നമ്മളെ ഉഴുന്നുവട വീണിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാന്ന്. എങ്ങനെയാണ് ബട്ടർ പേപ്പർ എടുത്തോണ്ട് വന്നേ കേട്ടോ. ബട്ടർ പേപ്പർ നമ്മൾ ഉഴുന്നുവട ഏകദേശം ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. ഉള്ളൊന്നും വെന്തിട്ടുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് നേരം ഇവിടെ ഒന്ന് കിടക്കട്ടെ. അമ്മ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കുകയാണ് എന്തായി എന്ന്. മതിയോ? എടുത്താലോ? നമ്മുടെ ആദ്യത്തെ ഉഴുന്നുവട, രണ്ടാമത്തെ മൂന്നാമത്തെ ഉഴുന്നുവടയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിനി ഒരു കാര്യം ചെയ്യണം. എന്താ വെച്ചാൽ ഈ ഉഴുന്നുവട കഴിച്ച് നോക്കിയിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഉപ്പുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ബാക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനത് നോക്കാക്കട്ടെ. പിന്നെ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ചൂടോടെ ഇവിടെ ഉണ്ടാക്കി വിൽക്കാമെന്നാണ് അമ്മ എന്നോട് പറയുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റിലത്തെ ഉഴുന്നുവടകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് കേട്ടോ. മാവ് തീർന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേ ഉഴുന്നുവടയുണ്ട്. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 17 എണ്ണം ഉണ്ട്. 17 ഉഴുന്നുവട. ചമ്മന്തി അരച്ച് വെച്ച് അതൊന്ന് കടുക് പൊട്ടിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് ചമ്മന്തി ഉഴുന്നോടെ കൂടെ കഴിക്കാൻ തന്നെ തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ ചമ്മന്തി ഒന്നും കൂട്ടാറില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം അല്ലേ?
കഴിക്കാൻ തന്നെ തോന്നുന്നു. കഴിച്ചോ. ഞാനേ കഴിക്കാൻ പോവാ കേട്ടോ. ഏട്ടൻ വരുന്നവരെ ഒന്നും നിൽക്കാനുള്ള ഇതില്ല, കൺട്രോളില്ല. ഞാൻ കഴിച്ചു വെക്കട്ടെ. ചമ്മന്തി മുക്കിയിൽ കഴിക്കാം. ബാക്കിൽ ലൈറ്റ് ഒരു പ്രശ്നമുണ്ടല്ലേ. നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് വിചാരിച്ചില്ല ഇങ്ങനെ ഉക്കുമെന്ന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെയായി എന്നുള്ളത്. നീ ഏട്ടൻ വരുമ്പോൾ കൊടുത്തിട്ട് ഏട്ടൻ്റെ അഭിപ്രായം കൂടി ചോദിക്കണം. ഉഴുന്നുവടയായി. തിന്നണ്ടേ? ഞാൻ കഴിച്ചു. ഞാൻ 3 എണ്ണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ചട്നി ഉണ്ട്. ആ, ചട്നി എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ചൂട് പോയിട്ടുണ്ടോ? സാരല്ല. കോഴിക്കോട് സൈഡില്, കോഴിക്കോട് പയ്യോളി ഭാഗത്ത് ഒരു കല്യാണത്തിന് പോയ സമയത്ത് ലൈവായിട്ട് അവർ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. തലേന്ന് വൈകുന്നേരം ടീ പാർട്ടി പോലെ അല്ല, ലൈവായിട്ട് അവര് ഉഴുന്നുവട ഉണ്ടാക്കുന്ന ചട്നി കൊടുക്കുന്നത്. എന്താ ടേസ്റ്റ് കഴിച്ചപ്പും ഓർമ്മയുണ്ട്. ഭയങ്കര ടേസ്റ്റ്. അത് തൊട്ടപ്പോഴാ നിങ്ങളെ ബുഫേ ഉള്ള കല്യാണത്തിന് പോയിട്ടുണ്ടോ? ബുഫേ ഉള്ള കല്യാണത്തിനാ? ബുഫേ ഇവരെ മിഥുവിന്റെ കല്യാണം ബുഫേനും. പ്ലംബർ മിഥുല്ലേ, കീഴാറ്റൂര് നമ്മള് പോയ അവന്റെ കല്യാണത്തിന് ബുഫേനും. പിന്നെ ഇവര് അഞ്ചാതിന്റെ വീട്ടിൽ കൂടുതലുള്ള ബുഫേനും. നമുക്ക് ബുഫേ ഒന്നും ഇതുവരെ കഴിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അഞ്ചാതിന്റെ വീട്ടിൽ കൂടുതൽ ക്ഷണിച്ചിട്ടൊന്നും. ഇന്നലെ പോയിക്കൂടേനാ കാർത്തിക് സൂര്യന്റെ കല്യാണത്തിന്? കാർത്തിക് സൂര്യന്റെ ഞാൻ ലൈവായിട്ട് ഇരുന്ന് ഇത് കണ്ട്, താലികെട്ട് ഫുൾ കണ്ട്. സദ്യ വേണ്ടേ? ഇപ്പോഴും സ്റ്റിൽ കാർത്തിക് സൂര്യന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു. കഴിക്കണ്ടേ? കഴിക്കണം. ബാ കഴിച്ചു നോക്കൂ. ചൂട് പോയി, ചൂട് വേണമായിരുന്നു. ചൂടുള്ളപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ചൂടില്ലാത്തതുകൊണ്ട് ഇച്ചിരി രസം കുറഞ്ഞു. ഞങ്ങളുടെ TV സമരത്തിലാണ് കേട്ടോ. ഞങ്ങളുടെ TV ഉണ്ടോ അല്ലേ? ഞങ്ങളുടെ TV സമരത്തിലാണ്. എങ്ങനെയുണ്ട് മാനൂട്ടാ? നല്ലയാ. ഇതെന്താ ഇത്? ഉഴുന്നുവട. ട്രെയിനെന്നോ? റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമല്ലേ ഉഴുന്നുവടാന്ന്? ആ ശരിയാ. ഉഴുന്നുവട, പരിപ്പുവട. അപ്പോ നമ്മളെ വ്ളോഗ് അങ്ങ് എൻഡ് ചെയ്യാം അല്ലേ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ ശരിയാവുമെന്ന്. നല്ല രസമുണ്ടല്ലേ? അമ്മീനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. രാവിലെ ഉണ്ടാക്കി തരാം. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇങ്ങനെ നന്നാവുമെന്ന് വിചാരിച്ചില്ല. കുഴപ്പമില്ല കേട്ടോ. മോനെ കുരുമുളക് ഉണ്ടാവും, നോക്കി കഴിക്കണേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ശരി, ലൈവ് എന്നാണ് ഇപ്പൊ ലൈവിൽ ഇരിക്കുന്നോണ്ട് ലൈവിന്റെ കാര്യം ഓർമ്മയുള്ളൂ. അപ്പൊ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് രാത്രി അത്താഴമൊന്നും ഇല്ല, ഈ ഉഴുന്നോടെ വെച്ചോളാം. ഇനിയിരിക്കുന്ന ഉഴുന്നോടാ 3-4 അതല്ലേ പറഞ്ഞേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.